ഷഹാന വരുന്നു. നിങ്ങൾ എത്ര നേരമായിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ ഫോൺ എടുത്തേ ഉള്ളൂ നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടിട്ട്. എന്നാ നിന്റെ വള. അതും എടുത്താ? ഈ വളയും കൂടി തന്നെയല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി നിന്റെ അടുത്ത് ഞാൻ വാങ്ങി പണയം വെച്ച സ്വർണത്തിൽ നിന്ന് അതെടുത്തുണ്ട് കേട്ടാ. ഇതും കൂടി തന്നെ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾ എടുത്തു തന്നല്ലോ. ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല ഇതെല്ലാം എനിക്ക് തിരിച്ചിടാൻ കിട്ടുന്നു ഞാൻ നിങ്ങൾക്ക് പണയം വെക്കാൻ തരുമ്പോ. ബിസിനസ് അല്ലേ, ചിലപ്പോ പച്ച പിടിക്കും, ചിലപ്പോ ഉള്ളതൊക്കെ പോകും. രണ്ടും കൽപ്പിച്ച് ഒരു എടുത്തു ചാട്ടം. മുമ്പ് നമുക്ക് ആരെങ്കിലും കടം തരുമായിരുന്നു പൈസ. ഒരു ലോണിന് വേണ്ടിയിട്ടും കൂടി എത്ര നമ്മൾ നടന്നിട്ടുണ്ട്. ലോൺ എടുക്കാനും വേണം എന്തെങ്കിലും വീട്. നമുക്ക് സ്വന്തമായിട്ട് ഒരു വീടും കൂടി ഇല്ലാത്തവിടെ നമുക്ക് എങ്ങനെ ലോൺ കിട്ടാനാണ്? എത്ര പേരെടുത്ത് ഞാൻ 500 രൂപയ്ക്ക് ചോദിച്ച് നടന്നിട്ടുണ്ട്. എന്നാലും ബിസിനസ് ചെയ്തപ്പോ നഷ്ടമൊന്നും ഉണ്ടായില്ലല്ലോ. പടച്ചോന്റെ കുതിരത്ത് അല്ലാണ്ട് എന്താണ്. എന്റെ വീട്ടുകാർ പോലും പറഞ്ഞതായിരുന്നു എല്ലാ സ്വർണ്ണം നിങ്ങൾക്ക് പണയം വെക്കാൻ തരണ്ടാന്ന്. ഞാൻ നിങ്ങൾക്ക് എന്റെ സ്വർണ്ണമൊക്കെ ഊരി തന്നപ്പോഴേ എന്റെ വീട്ടുകാർ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നോക്കിക്കൂടെ ഇനി ആ സ്വർണ്ണം എനിക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പോണില്ല എന്ന്. എന്റെ വീട്ടുകാർ അതിനുവേണ്ടി എന്റെ അടുത്ത് പണങ്ങിയിട്ടുമുണ്ട്. ഇപ്പൊ നോക്കി നമ്മളെല്ലാവർക്കും വിലയുണ്ട്. ആദ്യമൊക്കെ നമ്മളെ കുടുംബക്കാരുടെ അടുത്ത് ഒരു ഫംഗ്ഷന് പോകുമ്പോഴേ ആർക്കെങ്കിലും നമ്മളൊരു വിലയുണ്ടായിരുന്ന എല്ലാവർക്കും പുച്ഛമായിരുന്നു. നമ്മുടെ അടുത്ത് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ അന്ന്. നിങ്ങൾക്കാണെങ്കിൽ പണിയുമില്ല, നമുക്കാണെങ്കിൽ സ്വന്തമായിട്ട് വീടുമില്ല. പിന്നെ ആർക്കാണ് നമ്മളിനൊരു വിലയുണ്ടാവുക? അത്രയ്ക്കും ദാരിദ്ര്യത്തിലായിരുന്നില്ലേ നമ്മള്. നമ്മുടെ മക്കൾ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നതും കൂടി അപ്പുറത്തെ വീട്ടിൽ ബിന്ദു ചേച്ചിയുടെ മക്കളുടെ സ്കൂൾ ബാഗും ബുക്കും എല്ലാം വാങ്ങിയിട്ടായിരുന്നു. ഞാൻ വർഷം അവരടുത്ത് ചോദിക്കും ആർക്കും കൊടുക്കണ്ട, നമ്മുടെ കുട്ടികൾക്ക് വേണമെന്ന്. അങ്ങനെയല്ലേ നമ്മുടെ മക്കൾ പഠിച്ചത്. ഇപ്പൊ നമുക്ക് സ്വന്തം വീടായി, കാറായി, 2 കടയായി. ഇപ്പൊ കുടുംബക്കാരുടെ അടുത്ത് നമുക്ക് നല്ല വിലയാണ്. ഇപ്പൊ അമ്മ വിളിച്ചു വെച്ചേ ഉള്ളൂ. മാമാന്റെ മകളുടെ കല്യാണമാണല്ലോ ഞായറാഴ്ച. 2 ദിവസം മുമ്പേ നമ്മളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെയും മക്കളെയും ഒക്കെ കൂട്ടിയിട്ട് 2 ദിവസം മുമ്പേ പോകണം. മാമാന്റെ മകളുടെ കല്യാണത്തിന് എനിക്ക് എല്ലാം സ്വർണ്ണം ഇട്ടിട്ട് എല്ലാവരെയും ഒന്ന് കാണിക്കണം. അത്രയ്ക്കും നമ്മളൊന്നും ഇല്ലാണ്ട് നടന്നപ്പോഴേ എന്നെ ആർക്കും ഒരു വിലയും ഉണ്ടായിരുന്നില്ല. കമ്മലും കൂടി ഇല്ലാണ്ട് ഞാൻ ഓരോ സ്ഥലത്ത് പോയിട്ടുണ്ട്. എന്ത് നാണക്കേടായിരുന്നു എന്നറിയോ? അങ്ങനെ എല്ലാ കഷ്ടപ്പാടും നമ്മുടെ മാറി. ഈ സ്വർണ്ണമൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നമ്മളെ രക്ഷപ്പെട്ടത് ഇല്ലക്കാ. കാര്യമൊക്കെ ശരി തന്നെ, എന്നാലും എന്റെ അധ്വാനം കൂടി ഉള്ളത് കൊണ്ടാണ് ഈ നിലയിലെത്തിയത്. അത് ശരിയാണ്. അല്ലാതെ ഞാൻ പറഞ്ഞില്ലല്ലോ. നിങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ട് ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊടുക്കാം. ഷഹാന ഒന്നിവിടെ ഇരിക്കുന്നീ, എനിക്ക് നിന്നെ കൊണ്ട് തിരി സംസാരിക്കണം. എന്താക്കാ പറയും. ഇനി എന്തെങ്കിലും സ്വർണ്ണമാണോ പണയം വെക്കാൻ? അതൊന്നുമല്ല, ഇനി നിന്റെ സ്വർണ്ണമൊന്നും വേണ്ട. എന്റെ സ്വർണ്ണോ? ഞാൻ ഇതുവരെ എന്റെ നിങ്ങളുടേത് ഞാൻ വേർതിരിച്ച് കണ്ടിട്ടുണ്ടാ? എന്റെ എല്ലാ സ്വർണ്ണം ഞാൻ നിങ്ങൾക്ക് പണയം വെക്കാൻ തന്നിട്ടുണ്ടല്ലോ, എന്റെ കമ്മല് പോലും. എന്നിട്ട് എന്താ നിങ്ങൾ ഇങ്ങനെ പറയണേ എന്റെ സ്വർണ്ണം? നീ എന്നൊന്ന് പറയാൻ വിട്. പറയും. ഞാനിനി പറയാൻ പോണ കാര്യം കേട്ട് നീ ടെൻഷനൊന്നും അടിക്കണ്ട. ഇപ്പൊ എല്ലാവരുടെയും നടക്കുന്നതൊക്കെ തന്നെ. എനിക്കിപ്പോ ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ടല്ലോ. ഇനി ഒരു പെണ്ണിനെയും കൂടി നോക്കാനുള്ള കഴിവും ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കല്യാണം കൂടി കഴിക്കാൻ തീരുമാനിച്ചു. പോക്കെ വെറുതെ തമാശ പറയാണ്ട്. ഞാൻ ഇത്രയും കാലം നിങ്ങളുടെ കൂടെയല്ലേ ജീവിച്ചത്. എനിക്കറിയില്ലേ നിങ്ങളുടെ സ്വഭാവം. നിങ്ങളെന്താ പ്രാങ്ക് ചെയ്യാണ്? എന്തെങ്കിലും നല്ല തിരക്ക് ഷോപ്പിൽ ഉണ്ടാകുമ്പോൾ ഇത്തിരി വൈകുന്നല്ലാണ്ട് എന്നെ എന്റെ മക്കളിൽ നിങ്ങൾ സ്നേഹിക്കാണ്ടിരുന്നിട്ടുണ്ടാ? ഇതാണിപ്പോ വലിയ കാര്യം. ഞാൻ വേറെന്തോ വിചാരിച്ചു. ഞാൻ കുടിക്കാനെടുക്കാം. ഷഹാന, ഞാനീ പറഞ്ഞത് തമാശയായി തോന്നുന്നുണ്ടോ എനിക്ക്? ഞാനീ പറഞ്ഞതൊക്കെ കാര്യത്തിൽ തന്നെയാണ്. എന്റെ ഷോപ്പിൽ ഒരു പെൺകുട്ടി നിൽക്കണ്ടായിരുന്നു. ഞാനും അവളും അടുപ്പത്തിലായിട്ട് 6 മാസം കഴിഞ്ഞു. അവളുടെ വീട്ടിൽ ഇപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞു. അതുകൊണ്ട് അവളെ എനിക്ക് കല്യാണം കഴിച്ചേ പറ്റൂ. ഇക്ക, അപ്പൊ ഞാനും എന്റെ മക്കളും ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾ അവിടെ പോകും. നിങ്ങൾ തന്നെയാണ് അതൊക്കെ പറയണത്. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിച്ചേ പറ്റൂ. ഇക്ക, ഞാൻ വേണമെങ്കിൽ ആ കുട്ടിനെ കൊണ്ട് സംസാരിക്കാം. വേണമെങ്കിൽ ആ കുട്ടിന്റെ വീട്ടിലേക്ക് പോവാ, കാര്യങ്ങളൊക്കെ നേരിട്ട് പറഞ്ഞ് മനസ്സിലാക്കാം. എന്തായാലും ആ കുട്ടി മനസ്സിലാക്കാണ്ടിരിക്കില്ല എന്റെ സിറ്റുവേഷൻ. നീ ഒന്നും അങ്ങോട്ട് പോണ്ട. നീ വെറുതെ പ്രശ്നം കൂട്ടാൻ വേണ്ടിയിട്ട്. ഞാൻ പറഞ്ഞല്ലോ നിന്റെ അടുത്ത്, എനിക്ക് അവളെ ഇഷ്ടമാണ്. എനിക്ക് അവളെ ഇല്ലാണ്ട് പറ്റില്ല. ഞാൻ ഒരുപാട് സ്നേഹിച്ചു പോയി അവളെ. അതുകൊണ്ട് ഞാൻ അവളെ നാളെ ഇങ്ങോട്ട് കൂട്ടിയിട്ട് വരാൻ പോകുന്നു. നിന്റെ അടുത്ത് അതിനു മുമ്പിട്ട് കാര്യങ്ങൾ പറഞ്ഞെന്ന് മാത്രം, അത്രേ ഉള്ളൂ. ഈ വീട്ടിക്കാ? അത് നാളെയാ? ഈ വീട്ടിക്കൊന്നും കൊണ്ടുവരാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്നാ? അത് നന്നായി. ഇതേ ഞാൻ കെട്ടിയ വീടാണ്. അപ്പൊ ഞാനാണ് തീരുമാനിക്കുക ആരിവിടെ വേണം ആരിവിടെ വേണ്ടാന്ന്. ഞാൻ നിന്നെ കൊണ്ട് ഈ വീട്ടിൽ നിന്ന് പോകാനൊന്നും പറയില്ല. എന്റെ മോശം സമയത്ത് നീ തന്നെ ഉണ്ടായിരുന്നുള്ളൂ. കാര്യമൊക്കെ ശരി തന്നെ. നിന്റെ സ്വർണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ബിസിനസ് ചെയ്തതും സക്സസ് ആയതൊക്കെ. അതും പറഞ്ഞിട്ട് ഈ വീട്ടിൽ നിന്ന് നിന്നെ പോകാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്ക് വേണമെങ്കിൽ ഈ വീട്ടിൽ നിൽക്കുക. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം. എല്ലാ വർഷം നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ.
എൻ്റെ വീട്ടിലേക്ക് പോയിക്കോന്നില്ലേ? ഈ വീട്ടിൽ കടുത്ത ദാരിദ്ര്യത്തിൽ കഞ്ഞിയും ചമ്മന്തിയും കുടിച്ചിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ഇരുന്നിട്ടില്ലേ? നിങ്ങൾ അന്നൊന്നും എന്നെ കൊണ്ട് പോയിക്കോളാൻ പറഞ്ഞിട്ടില്ലല്ലോ. എന്നിട്ടിപ്പോൾ വേറൊരുത്തിനെ സ്നേഹിക്കാൻ കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എന്നെ വേണ്ടാണ്ടായില്ലേ? എത്ര പെട്ടെന്നാണ് പണം വന്നത് നിങ്ങളുടെ സ്വഭാവം മാറിയത്. എൻ്റെ ലോകം മൊത്തം നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ ജീവിച്ചതല്ലേ. എന്നിട്ട് നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നില്ലേ? ഒരു പൊട്ടിനെ പോലെ ഞാൻ ഈ വീട്ടിലൊന്നും അറിയാണ്ട്. ലോകത്ത് ഒരു പെണ്ണും സഹിക്കില്ല ഭർത്താവ് വേറൊരു കല്യാണം കഴിക്കുന്നത്. എന്നാലും നിങ്ങൾക്ക് എന്നോട് എങ്ങനെ പറയാൻ തോന്നി ഇതൊക്കെ? നിന്നോട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്റെ തീരുമാനത്തിൽ മാറ്റമൊന്നുമില്ല. ഷഹാന, വാ കേറ്. ഷഹാന, ഇവിടെ കാര്യമാണ് ഞാൻ നിന്റെ അടുത്ത് ഇന്നലെ പറഞ്ഞത്. പേര് മുബീന. ഞങ്ങൾക്ക് കുടിക്കാനേ എന്തെങ്കിലും എടുക്ക്. വാ. നീ വീടേ നിന്റെ കൂടിയാണ്. എന്നോട് നല്ല ദേഷ്യം എന്ത് തോന്നുന്നു? അതൊന്നും സാരമില്ല, പാവപ്പാ ശരിയാവും. എന്താ ഷഹാന, വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോഴേ കുടിക്കാൻ കൊടുക്കണമെന്നുള്ളത് അറിയില്ല. ഇതൊക്കെ പറഞ്ഞിട്ട് വേണ വാങ്ങിച്ചോ. കുടിക്ക്. നീ കുടിച്ചോ, അതിൽ കുഴപ്പമൊന്നുമില്ല. അതിൽ ഞാനൊന്നും കലക്കിയിട്ടില്ല. നീ അല്ലെങ്കിലും എന്നോട് ദ്രോഹമൊന്നും ചെയ്തില്ലല്ലോ. ചെയ്തത് മൂപ്പരാണല്ലോ. ഈ വീട്ടിൽ മൂപ്പന്റെ കുട്ടികൾ ഞാനും ഉള്ളുമ്പോ എന്നോട് ഇങ്ങനെ ചതി ചെയ്യാൻ എങ്ങനെ തോന്നി മൂപ്പർക്ക്? അതുകൊണ്ടാണ്. മുമ്പ് മൂപ്പർക്ക് എനിക്ക് ഒരു കാലം ഉണ്ടായിരുന്നു. ആരും തിന്നു നോക്കാനുണ്ടായിരുന്നില്ല. അത്രയ്ക്കും ദാരിദ്ര്യമായിരുന്നേ. അപ്പൊ എന്നോട് എന്റെ വീട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂപ്പനെ ഒഴിവാക്കിയിട്ട് വേറൊരു കല്യാണം കഴിക്കാൻ. മൂപ്പർക്ക് പണിയൊന്നും ഉണ്ടായിരുന്നില്ലേ. പിന്നെ എന്റെ സ്വർണം കൊണ്ടാണ് ഇപ്പൊ ഈ നിലയിലൊക്കെ എത്തിയത്. അപ്പൊ ഇന്ന് പണം വന്നപ്പോ മൂപ്പർക്ക് വേറൊരു പെണ്ണിനോടുള്ള ആഗ്രഹം. അതെങ്ങനെ തോന്നി? ഞാനും കുറെ കാലം ഇങ്ങനെ ജീവിച്ചത് തന്നെയല്ലേ. എന്നോടും പറഞ്ഞതല്ല എന്റെ വീട്ടുകാർ വേറെ കല്യാണം കഴിക്കാൻ. അപ്പൊ അന്ന് എനിക്ക് തോന്നാത്ത കാര്യം ഇന്ന് മൂപ്പർക്ക് പണം വന്നപ്പോ തോന്നി. അതുകൊണ്ടാണ്. നീ വേണമെങ്കിൽ പോയിക്കോട്ടാ, ഞാൻ ആരുടെ പറയൊന്നുമില്ല. നിനക്ക് വേണമെങ്കിൽ രക്ഷപ്പെടാം. മൂപ്പന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. മരിക്കൊന്നുമില്ല, ഇങ്ങനെ കിടക്കും. വർഷങ്ങളെടുക്കും നേരാവാൻ.
ഭർത്താവ് വയ്യാണ്ട് കിടക്കുമ്പോ നോക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ, ഭാര്യയല്ലേ. ഇതാ കഴിക്കി. മക്കള് സ്കൂളിൽ പോയി, സ്കൂൾ ബസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാ ഷോപ്പിൽ പുതിയ ആൾക്കാരിനെയൊക്കെ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഷോപ്പത്തെ കാര്യങ്ങളൊന്നും ഒരു മുടക്കുമില്ല, അതിന്റെ പാട്ടിൽ നടക്കുന്നുണ്ട്. ഇതാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിലേ വിളിച്ചാൽ മതി. ഈ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടെന്നാ? അത് നന്നായി. ഇതേ ഞാൻ കെട്ടിയ വീടാണ്, അപ്പൊ ഞാനാണ് തീരുമാനിക്കുക ആരിവിടെ വേണം ആരിവിടെ വേണ്ടാന്ന്. ഞാനും എൻ്റെ മക്കളും ഞങ്ങൾ അവിടെ പോകും. ഞങ്ങൾ എന്ത് ചെയ്യും? ഞാൻ വേണമെങ്കിൽ ആ കുട്ടിനോട് സംസാരിക്കാം, ഞാൻ വേണമെങ്കിൽ അവളുടെ വീട്ടിലേക്ക് നേരിട്ട് പോവാ, നേരിട്ട് കണ്ടിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അവൾക്ക് മനസ്സിലാവാതിരിക്കില്ലല്ലോ. നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. കൂടിയാണ് എന്നോട് നല്ല ദേഷ്യം തോന്നുന്നു. അതൊന്നും സാരമില്ല, പാവപ്പാട് ശരിയാവും.